വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് എനിക്ക് വലിയ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ ഞാൻ ആലോചിച്ചു എന്ത് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ മേക്കപ്പ് ബോക്സ് കണ്ടപ്പോൾ ഓക്കെ എന്നാൽ പിന്നെ വാട്ട്സ് ഇൻ മൈ വാനിറ്റി ബാഗ് ചെയ്താലോ എന്ന് ചോദിച്ചു. അതായത് ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് എന്തൊക്കെയാണ്, ഞാൻ മേക്കപ്പ് എൻ്റെ പേഴ്സണൽ യൂസിന് ഞാൻ യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ നിങ്ങൾക്കും കൂടി ഒന്ന് പറഞ്ഞു തരാമല്ലോ. അപ്പോൾ ഇന്ന് ആ വീഡിയോ ആണ് ഗൈസ് ഞാൻ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് കടന്നാലോ. സോ നിങ്ങൾക്ക് എൻ്റെ കോലം കണ്ടാൽ മനസ്സിലാവും, ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല. ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക് ഇട്ടു, കുറച്ച് മോയ്സ്ചറൈസർ ഇട്ടു, ക്യാമറ ഓൺ ചെയ്തു, ലൈറ്റ് ഓൺ ചെയ്തു, അതിൻ്റെ ഫ്രണ്ടിലിരിക്കുകയാണ്. ഇതിന്റെ കോൺഫിഡൻസ് അല്ല, അഹങ്കാരം. ഞാൻ ഇങ്ങനെ ഭയങ്കര മേക്കപ്പ് പേഴ്സൺ ഒന്നുമല്ല, പക്ഷെ എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഫ്ലാഷ് ബാക്ക്. അപ്പോൾ ഞാൻ ഈ കല്യാണത്തിന് ശേഷമൊക്കെയാണ് ഈ മേക്കപ്പ് ചെയ്യാനൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഈ കല്യാണം അല്ലെങ്കിൽ എൻഗേജ്മെൻ്റ് ടൈമിലൊക്കെ നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു വെക്കുമല്ലോ, മേക്കപ്പ് ഐറ്റംസ്. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഓരോരോ സാധനങ്ങളെ പറ്റി പഠിക്കാൻ തുടങ്ങുന്നത്. ഈ ഫൗണ്ടേഷൻ, പ്രൈമർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അപ്പോഴാണ് ഞാൻ പഠിക്കണം. എന്താ സംഭവം എന്ന് പോലും അറിയുന്നത് അപ്പോഴാണ്. അതിന് മുന്നേ ഒന്നും യൂസ് ചെയ്യാറില്ല. സൺസ്ക്രീൻ പോലും ഞാൻ യൂസ് ചെയ്യാറില്ലായിരുന്നു. മോയ്സ്ചറൈസർ പിന്നെ വണ്ടേ ഇല്ല. അപ്പോൾ ഞാൻ അങ്ങനെ സാധനങ്ങൾ വാങ്ങി തുടങ്ങി. എൻ്റെ ഫേസിൽ തന്നെ ഞാൻ ടെസ്റ്റ് ചെയ്തു. അന്ന് കുറച്ച് നല്ല സ്കിന്നായിരുന്നു, ഒന്നുകൂടി നല്ല നോർമൽ സ്കിന്നായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് ഇങ്ങനെ കുറേ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് എനിക്ക് ഐ മേക്കപ്പ് പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചെയ്യാനൊരു ത്വര ഉണ്ടായിരുന്നു ഐ മേക്കപ്പ് ചെയ്യാൻ. അപ്പോൾ ഞാൻ എൻ്റെ കണ്ണ് കുഞ്ഞി കണ്ണാണെങ്കിലും ഞാൻ ഈ ഉള്ള സ്ഥലം കൊണ്ട് ഓണം പോലെ എന്നുള്ള പോലെ നല്ലപോലെ കണ്ണിൻ്റെ മേലെ കുറേ പ്രാക്ടീസ് ചെയ്ത് കുറേ ഞാൻ തന്നെ ഒരു പരീക്ഷണ വസ്തുവായിട്ടായിരുന്നു ഞാൻ അത്രയും കാലം ഞാൻ മേക്കപ്പ് ചെയ്തത്. എനിക്ക് വേറൊരു മോഡലിന് വേണ്ടിയിരുന്നില്ല, ഞാൻ തന്നെ എൻ്റെ പരീക്ഷണങ്ങൾക്ക് ഞാൻ തന്നെയായിരുന്നു പരീക്ഷണ വസ്തു. സോ അങ്ങനെ ചെയ്തിട്ടാണ് ഞാനൊരു മേക്കപ്പിനോട് കുറച്ചൊന്ന് ഇൻട്രസ്റ്റ് ഒക്കെ ആയി വന്നത്. പിന്നെ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രൊഡക്ട്സ് ഇങ്ങനെ വാങ്ങിച്ചു വയ്ക്കും. ഇങ്ങനെ എക്സ്പെൻസീവ് പ്രൊഡക്ട്സ് ഒന്നും ഞാൻ വാങ്ങിക്കില്ല. ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ചെറിയ ബഡ്ജറ്റിനുള്ള സാധനങ്ങളാണ് വാങ്ങിച്ചിരുന്നത്. എനിക്ക് കുറച്ച് സാലറി കിട്ടി തുടങ്ങിയപ്പോൾ അതിന് പറ്റിയ സാധനങ്ങൾ പിന്നെ ഞാൻ വാങ്ങാൻ തുടങ്ങി. ഇങ്ങനെ ഒറ്റയടിക്കല്ല, കുറച്ചായിട്ട് മന്ത്ലി ഇങ്ങനെ ഓരോന്ന് വാങ്ങിച്ച് ഞാൻ തന്നെ ട്രൈ ചെയ്യും. കുറേ പാളിപ്പോവും, കുറേ നല്ലതാവും. അങ്ങനെ ആദ്യത്തെയൊക്കെ കുറേ നന്നായിരുന്നു. പക്ഷെ നമ്മളിങ്ങനെ ഇങ്ങനെ അതായത് ഇതിനെപ്പറ്റി കൂടുതൽ അറിയുമ്പോൾ നമ്മൾ കുറേ വാങ്ങിച്ചു കൂട്ടും. ഞാൻ കുറേ വാങ്ങിച്ചു കൂട്ടിയിരുന്നു. അങ്ങനെ അതിൽ കുറേ എണ്ണം പാളിപ്പോയിട്ടുണ്ട്, അട്ടർ ഫ്ലോപ്പായിട്ടുണ്ട്. ആ കല്യാണത്തിന് ശേഷമാണ് ആ ഒരു ഇഷ്ടം വന്നു തുടങ്ങിയത്. അതിനു മുന്നേ ഒന്നും ഞാൻ മേക്കപ്പ് ഒന്നും ഇടില്ലായിരുന്നു, എനിക്ക് താല്പര്യമേ ഇല്ലായിരുന്നു. ഓൺലി ലിപ്സ്റ്റിക് തന്നെ കുറച്ച് ഒരു 2018, 2017 ആ ടൈം തൊട്ടിട്ടാണ് ലിപ്സ്റ്റിക് ഇടാൻ തുടങ്ങിയത്. അതുവരെ ലിപ്സ്റ്റിക്ക് ഇടാറില്ലായിരുന്നു. അങ്ങനെയാണ് എൻ്റെ മേക്കപ്പിലോട്ടുള്ള, അതായത് മേക്കപ്പ് ഒരു ഇഷ്ടം തുടങ്ങാനുള്ളൊരു മെയിൻ റീസൺ ഇതൊക്കെയാണ്. അപ്പോൾ ഗൈസ്, ലൈറ്റിന് ചെറിയൊരു പ്രശ്നമുണ്ട്, അത് ചാർജ് ഇല്ല. അപ്പോൾ ഞാനത് ചാർജ് കുത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതാകെ 1% എന്തേ ഉള്ളൂ. ഓഫ് ആവുമെന്ന് എനിക്കറിയില്ല. അപ്പം പക്ഷെ എന്നാലും ഞാനിത് പുറപ്പെട്ടതല്ലേ, പിന്നെ വെറുതെ നിർത്തണ്ടെന്ന് വെച്ചിട്ടാണ്. സോ നമുക്ക് എന്നാൽ വാനിറ്റി ബാഗ് ഉണ്ടല്ലോ, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഇതാണ് എൻ്റെ വാനിറ്റി ബാഗ്. പിന്നെ ഇതിന് വല്ലാണ്ടില്ല, ഇതാണ് മെയിൻ ദിസ് ബാഗ്. ഇത് എനിക്ക് കല്യാണത്തിന് ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ അവർ വാങ്ങിച്ചു വെച്ചിരുന്ന ബാഗാണ് ഇത്. എനിക്ക് എൻ്റെ ഏട്ടൻ്റെ വൈഫ് ദുബായിൽ നിന്ന് പണ്ട് കല്യാണത്തിന് വേണ്ടിയിട്ട് കുറച്ച് ലിപ്സ്റ്റിക്ക് വാങ്ങി തന്നിരുന്നു. അപ്പോൾ അതിന് കിട്ടിയ പൈച്ചാണ് അതിപ്പോഴും. മെയിനായിട്ടുള്ളത് ഒരു ഭാഗത്ത് ഫുള്ള് ബ്രഷും ഒരു ഭാഗത്ത് മൊത്തം പ്രോഡക്ട്സും, അങ്ങനെയാണ് ഞാൻ വെച്ചിരിക്കണത്. ബ്രഷസ് നമ്മൾ നോർമൽ ബ്രഷസ് തന്നെ, ഫൗണ്ടേഷൻ ബ്രഷ്, പിന്നെ വേറൊരു ഫൗണ്ടേഷൻ ബ്രഷ്. ഇതൊക്കെ ഭയങ്കര പഴയതാട്ടോ, ഇതൊക്കെ ഞാൻ ഈ അടുത്തായിട്ട് വാങ്ങിയതാണ്. ബ്ലഷിൻ്റെ ബ്രഷ് ഇതും അടുത്ത് വാങ്ങിയതാണ്. പൗഡർ ബ്രഷ്, പിന്നെ ഇതും വളരെ പഴയതാണ്. ഇതൊരു ഫ്ലഫി ബ്രഷാണ്. വലിയ ക്രീസുള്ള ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ബ്ലെൻഡിങ് ബ്രഷാണ്. ബ്ലെൻഡിങ് ബ്രഷാണ് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ വലുത. ഇത് കൺസീലർ ബ്രഷാണ്. ഇത് കുഴപ്പമില്ല. ഇതെല്ലാം നൈക്കിന്ന് വാങ്ങിയത്. ഇതൊക്കെ ഈ കളറെല്ലാം സ്വിസ് ബ്യൂട്ടി. ഇത് ബ്രോൺസൺ, ഇത് വെറ്റ് ആൻഡ് വൈൽഡ്,
ഇതേതോ ബ്രാൻഡ്, പണ്ടത്തെ പേരില്ലാത്തൊരു ബ്രാൻഡ്. അങ്ങനെ നമുക്ക് മെയിൻ കമ്പാർട്ട്മെൻറ്റിലേക്ക് കിടക്കാം. ഇതാകെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ആദ്യമുള്ളത് ഫിറ്റ്മീൻ്റെ, മേബിലിൻ ഫിറ്റ്മീൻ്റെ മാറ്റ് പ്ലസ് പോർലെസ് നോർമൽ ടു ഓയിലിക്ക് പറ്റിയ പൗഡർ, കോമ്പാക്ട് പൗഡർ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞാൻ പുറത്തോട്ട് പോവുകയാണെങ്കിൽ എൻ്റെ മുഖം ഭയങ്കര ഓയിലി ആയിട്ട് തോന്നുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് കുറച്ച് ബ്ലഷ് ഇടും, എന്നിട്ട് അതിൻ്റെ മേലെ ഈ പൗഡർ ഇടും, കഴിഞ്ഞു. അത്രേ ഉള്ളൂ. അത് അങ്ങനെയാണ്. പിന്നെ ലിപ്സ്റ്റിക് ഇടും, കഴിഞ്ഞു. മസ്കാര ഇടും, കഴിഞ്ഞു. അങ്ങനെ പോവാറ്. മോസ്റ്റ്ലി ഞാൻ അങ്ങനെ തന്നെയാണ് പോവാറ്. ഇങ്ങനെ മേക്കപ്പ് ചെയ്യാൻ തോന്നുമ്പോൾ ഞാൻ എല്ലാം കൂടി ഇടും. ആഴ്സിൻ്റെ ഒരു ഐ പാലറ്റാണ് ഇത്. ഞാൻ ഈ അടുത്താണ് വാങ്ങിയത്, വലിയ ടൈമായിട്ടില്ല. ഈ കൊല്ലം തന്നെ വാങ്ങിയതാണ്, 2024. ഇത് നല്ലൊരു പിങ്ക്, എല്ലാ കളറും ഉണ്ട്, പിങ്കും ഉണ്ട് ന്യൂഡും ഉണ്ട്. നല്ലൊരു പാലറ്റാണ്. അതിന് പറ്റിയ ഗ്ലിറ്റേഴ്സ് ഉണ്ട്, റോസ് ഗോൾഡ് ഉണ്ട്, പിന്നെ കുറച്ച് ബ്രോൺസ് കളർ ഒക്കെ ഉണ്ട്. പിഗ്മെൻറ്റ് വല്ലാണ്ടൊന്നുമില്ല, വലിയ പിഗ്മെൻ്റ് ഇല്ല, പക്ഷെ എന്നാലും അഡ്ജസ്റ്റബിളാണ്, ഭയങ്കര അഫോർഡബിളാണ്. 300 രൂപയുള്ളൂ. നൈക്കിയിൽ ചിലപ്പോൾ സെയിലിനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഞാൻ വാങ്ങിയിട്ടുണ്ടാവുക, അപ്പോൾ അത്രയും ഉണ്ടാവില്ല, കുറവായിരിക്കും. പിന്നെ ഉള്ളത് ഒരു ഐലാഷ് കേളർ. ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഐലാഷ് കേൾ ചെയ്യില്ലേ, ആ സാധനം. അത് ഞാൻ എന്തിനാണ് വാങ്ങിയതെന്ന് എനിക്കറിയില്ല, ഒരു കൗതുകത്തിന് വാങ്ങിയതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പല പല അട്ടർ ബ്ലെൻഡേഴ്സ് വന്നിട്ടുണ്ട്, അങ്ങനത്തെ ഒരു സംഭവമാണിത്. ഇപ്പം നോർമൽ ടു ഡ്രൈ സ്കിന്നായിരുന്നു എൻ്റെത്. ഈ ഭയങ്കരമായിട്ട് സ്കിൻ കെയർ ചെയ്യാൻ തുടങ്ങിയപ്പം എനിക്ക് ഓയിലായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് ഓയിലി അല്ലെങ്കിൽ ഓയിലി സ്കിന്നിന് പറ്റിയ ഫൗണ്ടേഷൻ അങ്ങനെ വാങ്ങാം. അപ്പം ഞാൻ ഫൗണ്ടേഷൻ പൗഡർ അങ്ങനത്തെ ടൈപ്പ് ഫൗണ്ടേഷൻ ഞാൻ കണ്ടു നൈക്കയിൽ. അതാണ് ഈ ലാക്മേൻ്റെ, അതിൻ്റെ പേര് പവർ പ്ലേ പ്രൈമിങ് പൗഡർ ഫൗണ്ടേഷൻ. അതാണിത്, ലാക്മേൻ്റെ. ഇത് ഇട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ സ്കിന്ന് ഓയിലി അല്ല, എൻ്റെ സ്കിന്ന് നോർമലാണ്. ഇത് നോർമൽ സ്കിന്നിന് പറ്റൂല. ഇത് ഇട്ടാൽ ഡ്രൈ ആയി, കണ്ണിൻ്റെ അടിയിലൊക്കെ ഇട്ടാൽ ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഒരു ജാതി പൗഡർ ഫൗണ്ടേഷനാണ്. എൻ്റെ സ്കിന്നിന് പറ്റില്ല, നോർമൽ സ്കിന്നിന് ഇത് ഒട്ടും പറ്റില്ല. ഇതിന് പൗഡറൊക്കെ ഉണ്ട് കേട്ടോ, പഫൊക്കെ ഉണ്ട്. ഇതിങ്ങനെ ഇട്ടാൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയ പോലെ ഉണ്ടാവും സ്കിന്ന്. പ്രെപ്പ് ചെയ്തിട്ട് ചെയ്താലും ഇത് തന്നെയാണ് അവസ്ഥ. അപ്പം എന്ത് മനസ്സിലായി, എൻ്റെ സ്കിന്ന് നോർമൽ തന്നെയാണ്, ഓയിലൊന്നും അല്ല, അത് വെറും തോന്നലായിരുന്നു. ഇത് അതേപോലെ ഉണ്ട്. ഞാൻ കുറച്ചൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1-2 പ്രാവശ്യം യൂസ് ചെയ്ത് അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കേട്ടോ. അങ്ങനെ എനിക്ക് മനസ്സിലായി ഇത് എൻ്റെ സ്കിന്നിന് പറ്റിയതല്ല. ഞാൻ ഇടയ്ക്ക് ഇവിടെയും അവിടെയും നോക്കിയിട്ട് സംസാരിക്കുന്നുണ്ട്, ബിക്കോസ് നേരത്തെ പറഞ്ഞ പോലെ സ്ക്രീൻ ഇവിടെയും ക്യാമറ ഇവിടെയാണ്. ഒരു ഇതുണ്ട്, പ്രശ്നമുണ്ട്. പിന്നെ ഞാൻ ഇടയ്ക്ക് ഒന്ന് കോമ്പാക്ട് പൗഡർ മാറ്റിയിരുന്നു, ഈ നൈക്കേൻ്റെ ഓൾ ഡേ മാറ്റ് കോമ്പാക്ട് പൗഡർ. ഇതും നല്ലതാണ്, പക്ഷെ എൻ്റെ ഷെയ്ഡ് അല്ലാന്നുള്ളൂ. എൻ്റെ ഷെയ്ഡ് ഇത് സാൻഡ് O4 ആണ്. ദിസ് ഇസ് നോട്ട് മൈ ഷെയ്ഡ്. ഉണ്ടോ, ഇതെൻ്റെ ഷെയ്ഡല്ല. ഇത് ഒന്നുകിൽ കുറച്ചുകൂടി ഡാർക്കറാണ്. എൻ്റെ ഷെയ്ഡ് കുറച്ചുകൂടി ലൈറ്ററാണ് വേണ്ടിയിരുന്നത്. അത് ഓൾമോസ്റ്റ് സെയിം ആണോ അല്ല, പക്ഷെ ഞാൻ ഇതിടുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ബ്ലാക്ക് വരുന്ന പോലെ ഉണ്ട് ഇവിടെ. അപ്പം നമ്മുടെ ഷെയ്ഡ് അല്ലെങ്കിലാണ് അങ്ങനെ വരിക. ഇതെൻ്റെ ഷെയ്ഡ് ആയിരിക്കില്ല. എൽഫിൻ്റെ മാറ്റ് മാജിക് മിസ്റ്റ്, ഈ സാധനം യൂസ് ചെയ്തിട്ട് എനിക്ക് വലിയ ഡിഫറൻസ് ഒന്നും തോന്നിയിട്ടില്ല. ഒരു മാറ്റ് ലുക്കിനൊക്കെ പറ്റിയ സെറ്റിംഗ് സ്പ്രേ. എൻ്റെ കയ്യിലുള്ളത് ഡ്യൂബി ഫിനിഷിനുള്ള സെറ്റിംഗ് സ്പ്രേ ആയിരുന്നു. ഇത് ഓക്കെ എന്ന് പറയാം. മാറ്റ് ലുക്കിന് പറ്റിയ ഒരു അഫോർഡബിൾ റേഞ്ചിലുള്ള സെറ്റിംഗ് സ്പ്രേ എൻ്റെ അറിവിൽ ഇത് കുഴപ്പമില്ല. ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, വലിയ നല്ലതല്ല. എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടില്ല, കുഴപ്പമില്ല, അത്രയാണ്. ഫൗണ്ടേഷൻ എൻ്റെ കെ ബ്യൂട്ടീൻ്റെ ഫേവറേറ്റ് ഫൗണ്ടേഷനാണ്. ഞാൻ ആദ്യം വാങ്ങിയത് ഈ ഡാർക്കർ ഷെയ്ഡായിട്ടുള്ള 145 ന്യൂട്രൽ ഷെയ്ഡുള്ള ഫൗണ്ടേഷനായിരുന്നു. ഇതെൻ്റെ ഷെയ്ഡ്, അത് ന്യൂട്രൽ ഷെയ്ഡാണ്. എൻ്റെ അണ്ടർ ടോൺ ന്യൂട്രൽ അല്ല, എൻ്റെ കുറച്ച് വോമാണ്. പിന്നെ അതുമല്ല, ഞാൻ കുറച്ച് സ്കിൻ കെയറും പിന്നെ വീട്ടിൽ തന്നെ ഇരുന്ന് പണിയായതും കൊണ്ടും പുറത്തോട്ടൊന്നും ഇറങ്ങുന്നില്ല. എൻ്റെ സ്കിന്ന് ടാൻ ഒക്കെ പോയി നന്നായിട്ട് ബ്രൈറ്റ് ആവാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ പിന്നെ ഈ ഒരു ഷെയ്ഡ്
മാച്ച് ആവാണ്ടായി. സ്കിൻ കെയറും കൂടി ചെയ്തപ്പോൾ സൺസ്ക്രീനും ഒക്കെ ഇടുമായിരുന്നു. അപ്പോൾ നല്ലപോലെ സ്കിന്ന് നന്നായിട്ട് വന്നിരുന്നു, ഗ്ലോ ആയിട്ട് വന്നിരുന്നു. അപ്പോൾ ഈ ഷെയ്ഡ് മാച്ച് ആവാണ്ടായി. അപ്പം ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ കുറച്ചുകൂടി ലൈറ്ററായിട്ടുള്ള യെല്ലോ അണ്ടർടോണുള്ള ഒരു ഫൗണ്ടേഷൻ വാങ്ങി. ഇത് കറക്റ്റാണ്. ഇത് ആക്ച്വലി ഇതിൻ്റെ റേറ്റ് 1000 1200 അങ്ങനെ എന്തോ, പക്ഷേ എനിക്ക് കിട്ടിയത് 900 ആ റേഞ്ചിനാണ്. ഒക്കെ ഞാൻ സെയിലിനോ നൈക്കേൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു ഓഫർ വരുമ്പോഴാണ് ഞാൻ ഇത് വാങ്ങാറ്. ഇത് അടിപൊളി ഫൗണ്ടേഷനാണ്. എനിക്ക് ഇതിൻ്റെ ഫിനിഷ് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഡ്യൂയി ഫിനിഷാണ്, നല്ലൊരു ഗ്ലോ തരുന്ന ഫിനിഷാണ്. ഓയിലി സ്കിന്നുകാർക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം അത് ഒലിച്ചു പോകാൻ സാധ്യതയുണ്ട്. ആ ഫൗണ്ടേഷനാണ് ഇത്. 2 ഫൗണ്ടേഷൻ. ഇത് ഓൾമോസ്റ്റ് ഈ 145 ന്യൂട്രൽ ഓൾമോസ്റ്റ് തീരാനായി. എൻ്റെ ജോബിൻ്റെ ടൈമിൽ ഞാൻ കുറേ ഈ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിന് വേണ്ടി ഞാൻ ചെയ്തിരുന്നു, കുറച്ച് റീൽസൊക്കെ എടുക്കലുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ യൂസ് ചെയ്തിരുന്നതാണ് ഈ ഷെയ്ഡ്. ഇത് അങ്ങനെ യൂസ് ചെയ്ത് തീർന്നു. പിന്നെ ഞാൻ ഇത് വാങ്ങി, പക്ഷെ ഇതിൽ കുറച്ചും കൂടി ഉണ്ട് ബാക്കി. ഇത് രണ്ടും മിക്സ് ആക്കാറുണ്ട് കേട്ടോ ഞാൻ ചില ടൈമിൽ. പിന്നെ ഉള്ളത് കൺസീലേഴ്സാണ്. ഇത് എൽഫിൻ്റെ ക്യാമോ കൺസീലർ, 16 hour ക്യാമോ കൺസീലർ. ഇതെനിക്ക് ഭയങ്കര ലൈറ്ററാണ്, കണ്ടാൽ തന്നെ മനസ്സിലാവും. എനിക്ക് ഭയങ്കര ലൈറ്റ് ഷെയ്ഡാണ്. നേരത്തെ ഫൗണ്ടേഷൻ്റെ ഞാൻ കാണിച്ചു തരാം. ഇത് 145 ആണ്. ഇതുണ്ടോ, കുറച്ച് ഡാർക്കാണ്. എൻ്റെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഡാർക്കാണ്, പക്ഷേ ഇത് കുറച്ചുകൂടി ലൈറ്റാണ്. കണ്ടോ, ഓൾമോസ്റ്റ് ചേരും. ഇത് രണ്ടും വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു പൊടിക്ക് വ്യത്യാസമേ ഉള്ളൂ. കണ്ടോ, ഇത് ഡാർക്കും ഇത് കുറച്ച് ലൈറ്റ്, പക്ഷേ ഒരു യെല്ലോയിഷ് കളർ മറ്റേനാണ്. അതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത്. പക്ഷെ ഇത് ഭയങ്കര ലൈറ്റാണ്. കൺസീലർ 2 ഷെയ്ഡ് ലൈറ്ററോ അല്ലെങ്കിൽ 1 ഷെയ്ഡ് ലൈറ്ററോ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പക്ഷെ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഭയങ്കര തിക്കാണ്. നല്ല ഹൈ കവറേജ് സാധനമാണ് കേട്ടോ. ഭയങ്കര തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ്. ഓക്കെ കൺസീലറാണ്. കെ ബ്യൂട്ടീൻ്റെ കൺസീലറാണ്. ഇത് കുറച്ച് ഡാർക്കർ ഷെയ്ഡാണ് കേട്ടോ. ഈ ലൈറ്റിൽ അത്ര ഡാർക്ക്നെസ് കാണുന്നില്ല കണ്ടോ, എൻ്റെ ഷെയ്ഡിനെക്കാട്ടിലും നല്ല ഡാർക്കറാണ്. ഇത് ഞാൻ കളർ കറക്റ്ററായിട്ടാണ് യൂസ് ചെയ്യാറ്. അടിപൊളിയാണ്, എനിക്കൊന്നും പറയാനില്ല. ആ ഫൗണ്ടേഷൻ പോലെ തന്നെ ഇത് വലിയ കവറേജ് ഇല്ല, ഒരു മീഡിയം കവറേജ് ഉള്ളൂ. ഫൗണ്ടേഷൻ പോലെ തന്നെ ഇതും അടിപൊളിയാണ്. ഇത് ഞാൻ ആദ്യം വാങ്ങിയ കൺസീലറാണ് കേട്ടോ. ഇത് എത്ര കൊല്ലമായെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഇതൊക്കെ ഒഴിവാക്കാനായിട്ടുണ്ട്. ഇത് ഭയങ്കര ലൈറ്റാണ്. ഈ ഇതുപോലെ തന്നെ കണ്ടോ, ഈ എൽഫിൻ്റെ ഇതേ ഷെയ്ഡ് തന്നെയാണ് കണ്ടോ. ഭയങ്കര ലൈറ്റാണ്, പക്ഷെ ഇത് അടിപൊളി കൺസീലറാണ്. പഫൊക്കെ ആയിട്ട് നല്ല യൂസ് ചെയ്യാനും അടിപൊളിയാണ്. ദിസ് ഈസ് അടിപൊളി കൺസീലർ. പക്ഷെ ഇത് ഒഴിവാക്കാൻ ടൈം ആയിട്ടുണ്ട്, ഇത് ഒഴിവാക്കാനുണ്ട്. പിന്നെ ഉള്ളത് ഏർത്ത് റിതമിൻ്റെ ഈ ബ്ലഷ്, ലിപ്പ് ആൻഡ് ചീക്ക്. ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. ഇതിട്ട് കഴിഞ്ഞാൽ ഒരു ഗ്ലോ വരാനുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു തിളക്കം വരും. പെള്ളി തിളക്കമല്ല, ഇതിനേക്കാളും നല്ല അടിപൊളി തിളക്കം വരും. വിച്ച് ഈസ് ഒരു നാച്ചുറൽ. ഇതിൻ്റെ ഒരു കളറും ഉണ്ട്, ലൈറ്റൊരു കളറേ ഉള്ളൂ. ലോങ് ലാസ്റ്റിങ്ങും അല്ല, പെട്ടെന്ന് പോകും. പിന്നെ എനിക്ക് മേക്കപ്പിൻ്റെ മേലെ ഇടുമ്പോൾ മേക്കപ്പ് കുറച്ച് മൂവ് ആവുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ ഞാനത് പൗഡറൊക്കെ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യും, പിന്നെ വലിയ സീനില്ല. ഇനി അടുത്തത് ബോളിവുഡ് ഫിൽറ്റർ, ഒരു പ്രൈമറാണ്. ഈ പ്രൈമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിലിക്കോൺ ടൈപ്പാണ്. ഒരു കണ്ടോ കൺസിസ്റ്റൻസി കാണിച്ചാൽ നല്ല മണമാണ്, അടിപൊളി മണമാണ്. ഇങ്ങനെ ഇത് ഇട്ടാൽ ഇവിടെയൊക്കെ ഇങ്ങനെ ബ്ലറാവും, അത്രയ്ക്ക് നല്ല ഫിനിഷ് വരും. പക്ഷേ ഇത് ഇട്ട് കഴിഞ്ഞ് ഒന്നിങ്ങനെ ചുരണ്ടി കഴിഞ്ഞാൽ എൻ്റെ മുഖത്തുനിന്ന് അങ്ങനെ അത് പോരും. അപ്പം എനിക്ക് മനസ്സിലാവുന്നില്ല ഇതെങ്ങനെയാണ് വർക്ക് ആവുകയെന്ന്. ഇതൊരു ഇൻഫ്ലുവൻസർ ഇത് ഭയങ്കരമായിട്ട് അവർ പ്രൊമോട്ട് ചെയ്തതായിരുന്നു. അപ്പം ഞാൻ ഒരു കമൻറ്റിൽ ഞാൻ ഇട്ടിരുന്നു, ഇത് എനിക്കിത് വെയർ ഓഫ് ആവുന്നുണ്ട്, അപ്പോൾ പിന്നെ ഇതെങ്ങനെയാണ് വർക്ക് ആവുന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞത് കുറച്ച് നേരം ഇട്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണമെന്നാണ്. വെയിറ്റ് ചെയ്തിട്ടും എനിക്ക് വലിയ വ്യത്യാസം തോന്നിയിട്ടില്ല. സ്കിന്ന് പോകുന്ന പോലെ പോരും. ഇതിൻ്റെ മേലെ ഫൗണ്ടേഷനും കൂടി ഇട്ടാൽ എന്തായിരിക്കും അവസ്ഥ? ഫൗണ്ടേഷൻ ഒക്കെ കൂടി പോകില്ലേ? അതായിരുന്നു ഞാൻ ആദ്യം ഇത് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത്. ഞാനിത് അങ്ങനെ ഭയങ്കര ഹൈപ്പിൽ വാങ്ങിയ സാധനമാണ്. മണം ഒന്നും പറയില്ല, അടിപൊളിയാണ്, പൂവിൻ്റെ മണം. പിന്നെയുള്ളൊരു ബനാന പൗഡറാണ് ഇൻസൈറ്റിൻ്റെ.
ഇത് നല്ല റിവ്യൂ ഉള്ളൊരു സാധനമാണ് കേട്ടോ ഈ സംഭവം. ഞാനിത് വല്ലാണ്ട് യൂസ് ചെയ്യാറില്ല, കണ്ടോ അത്ര തന്നെ ഉണ്ട്. കുറച്ച് യൂസ് ചെയ്തിട്ടുള്ളൂ. ഈ ഹുദേൻ്റെ ഈസി ബേക്ക് പൗഡറിൻ്റെ ഒക്കെ ഡ്യൂപ്പാണെന്നൊക്കെയാണ് പറയണത്. പക്ഷെ എനിക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി അത് കിട്ടാൻ കുറച്ച് പണിയാണ്. ഇതിൻ്റെ ഈ ഓട്ടേൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടാൻ കുറച്ച് പണിയാണ്. ഇപ്പോൾ കുറച്ച് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരാൻ കുറച്ച് പണിയാണ്. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് നല്ല സാധനമാണ്, നല്ല റിവ്യൂ. ഇത് മേബലിൻ്റെ കൊളോസൽ കാജൽ. സോ അത് നോർമലി എല്ലാവരുടെ കയ്യിലുള്ള കാജൽ. പിന്നെ 2 ലിപ്സ്റ്റിക്ക്, 3 ലിപ്സ്റ്റിക്ക്. ആക്ച്വലി ലിപ്സ്റ്റിക്കിൻ്റെ വേറെ തന്നെ ബോക്സാണ്. ലിപ്സ്റ്റിക്കിൻ്റെ ഇതാണ്. ഇതെങ്ങനെ ഇവിടെ എത്തിയെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ഇത് ഏതോ ഇതിന് എടുത്ത പൈൽ കൊണ്ടായിട്ടാണെന്ന് തോന്നുന്നുണ്ട്. അപ്പം ഇനി ലിപ്സ്റ്റിക്കിൻ്റെ ഈ ലിപ്സ്റ്റിക്ക് എനിക്ക് ഫ്രീ കിട്ടിയതാണ് മറ്റേ നൈക്കേൻ്റെ കൂടെ. ഇത് നൈക്ക ഗോൾഡ്സ് എന്നിട്ടുള്ള ഷെയ്ഡാണ്. മാറ്റാണ്, ഭയങ്കര മാറ്റാണ്. ഇത് മിക്സിങ്ങിനൊക്കെ പറ്റിയ ഷെയ്ഡാണ്. ന്യൂഡാണ്, ഭയങ്കര ന്യൂഡാണ്. കയ്യിലിട്ടാൽ തന്നെ മനസ്സിലാവും. മോവ് കളറൊന്നും അല്ല, ഈ പിങ്ക് കളറൊന്നും അല്ല. ഇത് നല്ല ന്യൂഡ് കളറാണ്. എൻ്റെ ചുണ്ടിലോട്ട് വരുമ്പോഴേക്കും ഭയങ്കര ന്യൂഡ് കളറാണ്. ഇനി അടുത്തത് മാർസിൻ്റെ ഒരു ക്രയോണാണ്. പോപ്പിൻസ് യൂസ് ബിഫോർ 2023 ആണോ? പക്ഷേ ഇതിപ്പോഴും യൂസ് ചെയ്യാറുണ്ട് ഗൈസ്. ഇത് ഒഴിവാക്കാനുള്ള ടൈമായിട്ടുള്ളതുകൊണ്ട് ഇത്രയുണ്ട്. ഞാൻ എങ്ങനെ ഒഴിവാക്കും? ഡ്രിപ്പിംഗ് സിറപ്പ് എന്ന് പറയുന്ന ഒരു ക്രയോണാണ് മാർസിൻ്റെ. ഇതിൻ്റെ ഷെയ്ഡ് അടിപൊളി ഷെയ്ഡാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ ഭയങ്കര ഡ്രൈയിങ് ആണ്. ഇതിൻ്റെ ഡേറ്റ് തീർന്നിട്ടാണെന്ന് എനിക്കറിയില്ല. ഇതെന്നോ ഞാൻ വാങ്ങിയതാണ്. യൂസ് ബിഫോർ 2027 ആണ്. യെസ്, 2027 ആണ്. അപ്പം ഇനിയും സമയമുണ്ട്. അടുത്ത കുറേ പോലെ ഉണ്ട്. പിന്നെയുള്ളത് ഈ ഡോട്ടർ എർത്തിൻ്റെ ഒരു ലിപ് ഗ്ലോസ് ആണ്. ഇത് ഞാൻ ഡോക്ടർ അടുത്തു നിന്ന് ഒരു സാധനം വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് ഫ്രീ കിട്ടിയതാണ്. ചെറുതാണ്, ചെറിയ ബോട്ടിൽ. നെക്സ്റ്റ് എൻ്റെ കയ്യിലുള്ള നൈക്കേൻ്റെ മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ചായ് മഡ്രസ് കപ്പ്. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ സ്കിന്നിൻ്റെ കളറ് കുറച്ച് മാറി. കുറച്ച് നല്ല ബ്രൈറ്റായി. വീട്ടിൽ തന്നെ ഇരുന്ന് ടാനിങ് എല്ലാം പോയപ്പോൾ. അപ്പോൾ ഈ ടാന് പോകുന്നതിന് മുന്നേ എനിക്ക് ഈ ഷെയ്ഡ് നല്ലോണം മാച്ചിങ് ആയിരുന്നു. എൻ്റെ ഫേസിനും ലിപ്സിനൊക്കെ നന്നായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ കുറച്ച് ഭയങ്കര ന്യൂഡായ പോലെയാണ്. എനിക്കറിയില്ല ഇനി എൻ്റെ ലിപ്സ് പിഗ്മെൻറ്റഡ് ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിപ്പോൾ എനിക്ക് ചേരുന്നില്ല. അപ്പോൾ ഞാൻ ഇത് മിക്സ് ചെയ്തിട്ടാണ് ഇടാറ്. മിക്സ് ചെയ്യുമ്പോൾ നല്ലതാണ്. ഇത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. ഡ്രൈയിങ് ആണ്, ചെറുതായിട്ട് ഡ്രൈയിങ് ആണ്. പക്ഷെ എന്നാലും വലിയ വെയിറ്റ് ഇല്ല. ഇപ്പം ഞാൻ ഇട്ടേക്കുന്നത് ഈ ചായയാണ്. ചായ ഇങ്ങനെ നോക്കുമ്പോൾ ബ്രൗൺ ആണെന്നാ തോന്നുന്നത്. പക്ഷെ ഇട്ട് കഴിയുമ്പോൾ അത് ഇങ്ങനത്തെയാണ് കാണുന്നത്. നല്ല വ്യത്യാസമുണ്ട്. എൻ്റെ മേലത്തത് കുറച്ച് പിഗ്മെൻറ്റഡും താഴത്തെ കുറച്ച് പിഗ്മെൻറ്റേഷൻ ഈ സൈഡിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ആണത്. ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല ബ്രൗൺ ആയിരിക്കും. പക്ഷെ ഇതിട്ട് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞ് ഇതൊന്ന് കുറച്ചിങ്ങനെ പോകുമ്പോൾ ലിപ്സൊക്കെ നല്ല പിങ്ക് കളറായി. ഓട്ടോമാറ്റിക്കലി ഒരു ടിൻറ്റ് വരുന്ന പോലെ തോന്നും. ഒരു വൃത്തികെട്ട ഒരു ആ ലിപ്സ്റ്റിക്ക് പോയതിൻ്റെ ആ പാടും ഒക്കെ കാണും കേട്ടോ. ഇത് പോകാൻ ഭയങ്കര പണിയാണ് എൻ്റെ ചുണ്ടെന്ന്. ഈ ചായ ഷെയ്ഡ് ഇത് എനിക്ക് പോകാൻ വലിയ പണിയായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഈ ചായൻ്റെ ആ ടിൻറ്റ് പോകാൻ നല്ല പണിയാണ്. ക്രീമി മാറ്റ് മേബലിൻ്റെ വലിയ റേറ്റ് ഒന്നുമില്ല, ഭയങ്കര റേറ്റ് കുറവാണ്. അത് ആദ്യം ഞാൻ വാങ്ങിയത് ഈ മദ്രാസ് കാപ്പിൻ്റെ സെയിം ഷെയ്ഡ് വരുന്ന ഒരു ഷെയ്ഡാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട. അതിൻ്റെ എനിക്ക് ക്രീമി മാക്സ് ഭയങ്കര ഇഷ്ടമാണ്. പെട്ടെന്ന് പോകുമെങ്കിലും എനിക്ക് ഇങ്ങനത്തെ ഷെയ്ഡ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ വാങ്ങിയതായിരുന്നു ഇത്. അപ്പം ഞാൻ പിന്നെ അതന്നെ എന്നാൽ പിന്നെ വേറൊരു ഷെയ്ഡും കൂടി വാങ്ങി. അത് ഈ ഈസ്റ്റ് വില്ലേജ് റോസ് എന്ന് പറയുന്ന ഈ ഷെയ്ഡാണ്. ഇതെനിക്ക് ഫ്രീ കിട്ടിയതാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഈ എന്തോ ഓഫർ വന്നപ്പോൾ ഞാൻ വാങ്ങിയതാണെന്ന് തോന്നുന്നുണ്ട്. കുറേ ഫ്രീ കിട്ടിയ സാധനങ്ങളുണ്ട്. നെക്സ്റ്റ് വൺ മാമ എർത്തിൻ്റെ 2 ലിപ് ഷെയ്ഡാണ്. ഒന്ന് എക്സ്പ്രസോ ബ്രൗണും
കാർണേഷൻ ന്യൂഡും. ഇത് മാമാഅർത്തിൻ്റെ ഏതാണ് സാധനം, ലോങ് സ്റ്റേ ലിപ്സ്റ്റിക്ക്, മോയ്സ്ചർ മാറ്റ് ലോങ് സ്റ്റേ ലിപ്സ്റ്റിക്കാണ്. ഇതുവരെ പഴയ സാധനമാണ്, പക്ഷേ എക്സ്ട്രീംലി ഡ്രൈ ആയിട്ടുള്ളൊരു സാധനം. നോക്കൂ, ഇതിൻ്റെ ഡ്രൈനെസ് ഉണ്ടോ, ട്രാൻസ്ഫർ ആവുന്നില്ല. പക്ഷെ ഇതിൻ്റെ ഷെയ്ഡ് നല്ല ഷെയ്ഡാണ്. കാർണേഷൻ ന്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡുണ്ട്, ഈ പിങ്ക് കളർ. അതെനിക്ക് മാച്ച് ആവുന്നില്ലായിരുന്നു, ഇപ്പം മാച്ച് ആവുന്നുണ്ട്. പക്ഷെ ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് ഉണ്ടല്ലോ ഒക്കെ ഡ്രൈ ആയി. ഇനി ഇതിൻ്റെ ഡേറ്റ് കഴിഞ്ഞോ ആവോ? ഇല്ല, ഇതിൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ടില്ല, 2025 വരെ ഉണ്ട് എക്സ്പയറി. അപ്പോൾ പക്ഷെ ഇത് കണ്ടോ എന്തൊരു ഡ്രൈ ആയത് കണ്ടോ, ഭയങ്കര ഡ്രൈ ആയി. ഇതിൽ പറഞ്ഞിരിക്കണ അവക്കാഡോ, വിറ്റമിൻ ഇ, പിന്നെ മോയ്സ്ചർ മാറ്റ് എന്നൊക്കെയാണ് പറയണത്. പക്ഷെ ഇത് ഭയങ്കര എക്സ്ട്രീംലി ഡ്രൈ സാധനമാണ്, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ ഇതിൻ്റെ ഷെയ്ഡിന് വേണ്ടി മാത്രം ഞാനതിടും, അല്ലാണ്ട് ഞാനിതിട്ട് അറിയില്ല. ലിപ് ലൈനർ ആകെ ഒന്നേ ഉള്ളൂ, 2 ഉണ്ട്. നൈക്കേൻ്റെ ലിപ്സ് ഡോണ്ട് ലൈ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷെയ്ഡ്. ഈ ഷെയ്ഡ് എൻ്റെ ചുണ്ടിലിട്ട് എവിടെയും കാണുപോലില്ല, ഒരു ഭയങ്കര ന്യൂഡായിട്ടുള്ള ഷെയ്ഡാണ്. പക്ഷെ എത്ര യൂസ് ചെയ്തു, എത്രത്തോളം ഞാൻ യൂസ് ചെയ്തു. പിന്നെ ഉള്ളത് നമ്മളെ സ്വിസ് ബ്യൂട്ടീൻ്റെ ചോക്ലേറ്റ് എന്നല്ലേ, ഡാർക്ക് ചോക്ലേറ്റ് 12. ഇത് ഒന്നും പറയാനില്ല, ഇത് ജസ്റ്റ് ഒന്ന് ഔട്ടർ ലിപ്പ് ലൈനിൽ കൊടുത്തിട്ട് ഒന്ന് നല്ല ന്യൂഡ് കളർ ലിപ്പ് മാറ്റ് ലിപ്സ്റ്റിക്കും കൂടി ഇട്ടാൽ സെറ്റാണ്, ഭയങ്കര രസമാണ്. അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, ഈ ഒരു ലിപ്പ് ലൈനർ. ഞാൻ നല്ലോണം യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഇത്, ഈ ലിപ്പ് ലൈനർ എല്ലാത്തിൻ്റെയും കൊണ്ട് വെറുതെ തോന്നുന്നു ഇങ്ങനെ ഇടാറുണ്ട്. ഈ മസ്കാര ശരിക്കും എൻ്റെ ഐലാഷിന് ഇടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മസ്കാരയാണ്, സ്കൈ ഹൈ മസ്കാര. ഇത് ഇട്ടാൽ പിന്നെ 2 ദിവസം ആ കണ്ണിൽ തന്നെ ഉണ്ടാവും. എത്ര ക്ലെൻസ് ചെയ്ത് പോക്കിയാലും അത് അങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് എനിക്കിത് നല്ല സാധനമാണ്, അടിപൊളി സാധനം. പക്ഷെ ഇത് പോവില്ല, ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കഴുകുമ്പോൾ പോവില്ല, ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇപ്പം ഇതിൻ്റെ ഫോമുലേഷനൊക്കെ മാറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം പെട്ടെന്ന് കിട്ടും, ഇങ്ങനെ ആക്കിയാൽ തന്നെ കിട്ടും തോന്നുന്നുണ്ട്. അപ്പം ഞാൻ അതിന് മുന്നേ യൂസ് ചെയ്തിരുന്നതാണ് ഈ ലാക്മേൻ്റെ ഐക്കോണിക്. ഇത് കഴിഞ്ഞിരിക്കുന്നു, അടുത്ത മാസം കൂടി ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഞാൻ പക്ഷെ കണ്ണിലേക്ക് യൂസ് ചെയ്യാറില്ല, ഞാൻ ആകെ യൂസ് ചെയ്യാറ് എൻ്റെ ഈ ഐബ്രോ ഉണ്ടല്ലോ, ഐബ്രോ ഞാൻ ചില നേരത്ത് ഇതെടുത്തിട്ട് ഞാൻ ഇങ്ങനെ ആക്കാറുണ്ട്. അപ്പം നല്ലൊരു ഷേപ്പും കിട്ടും, നല്ലൊരു ഡാർക്ക്നെസ്സും വരും. ഈ മറ്റേ നമ്മൾ പെൻസിൽ വെച്ച് വരച്ച ആ ഒരു ഓവറായിട്ട് അങ്ങനെ തോന്നില്ല, ഭയങ്കര നാച്ചുറലായിട്ടുള്ള ഫിനിഷ് കിട്ടും. അപ്പം ഞാനിത് യൂസ് ചെയ്യാറുണ്ട്. വീണ്ടും ഒരു ലിപ്സ്റ്റിക്ക്, ലിപ് ഗ്ലോസ് ആണ്. ഇത് ഇൻസൈറ്റിൻ്റെ ഒരു നോർമൽ ക്ലിയർ ലിപ് ഗ്ലോസ് ആണ്. ഇതിൻ്റെ കളറ് ശരിക്കും ക്ലിയർ ആണ്, പക്ഷേ ഞാൻ പിങ്ക് എടുത്തിട്ട് ഇങ്ങനെ പിങ്കിൻ്റെ മേലെ യൂസ് ചെയ്ത് ഇതൊരു പിങ്ക് കളറായിട്ടുണ്ട്. ഇൻസൈറ്റിൻ്റെ ലോങ് വെയർ കളർ റിച്ച് ലിപ് ഗ്ലോസ് ഭയങ്കര അഫോർഡബിൾ ആണ്, വലിയ റേറ്റ് ഒന്നുമില്ല. എനിക്കറിയില്ല ഇതൊക്കെ ഈ ഇത്ര അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പം അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടാവും, പിഗ്മെൻറ്റേഷനൊക്കെ വരും. ഇത് ചാപ്സ്റ്റിക്കാണ്, എൻ്റെ സിസ്റ്റർ ഇൻ ലോ എനിക്ക് തന്നതാണ്. ചാപ്സ്റ്റിക്ക് ടോട്ടൽ ഹൈഡ്രേഷൻ. ഇത് തീരാനായി, ഓൾമോസ്റ്റ് തീരാനായി. ഇത് ഞാൻ തീർക്കന്നെയായിരുന്നു. ഇത്രയേ ഉള്ളൂ. ഇത് നല്ലതാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെയുള്ളത് നിവ്യൻ്റെ നോർമൽ, ഇതും ഇത്രയും. പിന്നെയുള്ളത് വേറൊരു ലിപ്പാണ്, ഇത് ത്രിതമ്മിൻ്റെ ലിപ് ബട്ടറാണ്. ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്, ഇതും നല്ലതാണ്. ഇതും രാത്രി യൂസ് ചെയ്തിട്ട് രാവിലെ എണീച്ച് നോക്കുമ്പോൾ നല്ല അടിപൊളി, നല്ല അങ്ങനെ സ്കിന്നൊക്കെ ഈ ലിപ്പൊക്കെ ഇങ്ങനെ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. ഫേസസ് കാനഡേൻ്റെ ഒരു മാഗ്നറ്റൈസ് കാജൽ, ബ്രൗൺ കളർ കാജൽ. നമ്മൾ ഈ നോർമൽ ബ്ലാക്ക് കാജലിന് പകരം നമുക്ക് ഓവറായിട്ട് ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഐസ് വേണം, പക്ഷെ നമ്മൾ കണ്ണ് നന്നായിട്ട് എടുത്ത് കാണിക്കുകയും വേണം. അപ്പോൾ അതിന് പറ്റിയ ലൈനറാണിത്. ലൈനറല്ല, കാജലാണ്, ബ്രൗൺ കാജൽ. ഈ ബ്രൗൺ മേലെ നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് ലൈനർ വെച്ചിട്ട് വരച്ചിട്ട് താഴെ ഒന്ന് ഈ ബ്രൗൺ കൊണ്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്ഡും കൂടി കൊടുത്തു കണ്ണ് കാണാൻ നല്ല ഭംഗിയായിരിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കൂ. ഇത് വലിയ റേറ്റ് ഒന്നുമില്ല. ഫേസസ് കാനഡേൻ്റെ മാഗ്നറ്റൈസ് കാജൽ ഇതിൻ്റെ ഷെയ്ഡ് ബ്രൗൺ കംഫർട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ കളറ്. എത്രയുണ്ട് ബാക്കി
വല്ലപ്പോഴേ യൂസ് ചെയ്യാറുള്ളൂ. അതായത് നല്ല ഒരു സട്ടിൽ ലുക്കൊക്കെ കിട്ടൂലേ, അതിന് പറ്റിയ സാധനം ഇതിട്ട് കഴിഞ്ഞാൽ പ്രത്യേക ഒരു ഭംഗിയാണ്. നമ്മൾ സാധാരണ കണ്ണിൽ കൺമഷി ഇട്ട് കാണുന്നതിന് പകരം നമുക്ക് ഡിഫറെൻ്റായിട്ട് നമ്മളെ തന്നെ കാണണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ നോക്കും. വേറൊരു ബ്ലണ്ടർ സാധനമാണ്, എഗെയിൻ ചീപ്പ് സാധനമായത് മറ്റേ ഇൻസൈറ്റിൻ്റെ മസ്കാര. ഇതൊരു പൊട്ട മസ്കാര, എനിക്ക് ഒരു ഡെപ്തും കൊടുക്കുന്നില്ല, ഒരു ഇതും തരുന്നില്ല. പക്ഷെ ഭയങ്കര ഈ മേബിലിൻ്റെ സ്കൈ ആ വോളിയൂമും ഡെപ്തും ഒക്കെ തരുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, നമുക്കത് സഹിക്കാം. പക്ഷെ ഇതൊന്നും തരുന്നുമില്ല. പക്ഷെ എന്നാൽ കട്ടിയായിട്ട് ഇങ്ങനെ നിൽക്കുകയും ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടില്ല തീരെ. ബട്ടർ ബ്ലണ്ടറായി പോയിരുന്നു. പക്ഷെ വലിയ റേറ്റ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ ഉള്ളത് മറ്റേ കാജൽ പെൻസിൽ. ഇടയ്ക്ക് ഞാൻ ഐബ്രോ കാജൽ യൂസ് ചെയ്തിട്ടാണ് ചെയ്യാറ്. ഉള്ളത് നമ്മുടെ ഡാസ്ലറിൻ്റെ ഐലൈനർ. കഴിഞ്ഞു. പിന്നെ അൽക്കുലത്തെ സാധനങ്ങളാണ്. അത്രയേ ഉള്ളൂ ഗൈസ്. ഇത്ര കുറച്ച് സാധനങ്ങൾ എൻ്റെ കയ്യിലുള്ളൂ. ഇത്ര സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ മുഖത്ത് പരീക്ഷിക്കാറ്. ഇനി സാധനങ്ങൾ വാങ്ങണം എന്നുണ്ട്. ഞാൻ എൻ്റെ ക്ലയൻസിന് യൂസ് ചെയ്യുന്ന വാനിറ്റി ബാഗ് വേറെയാണ് കേട്ടോ. അത് അതിൻ്റെ ഒരു ലുക്ക് എങ്ങനെയാണ് എൻ്റെ ബ്രൈഡ്സിനെ ഞാൻ ഒരുക്കുന്നത്, അതായത് എങ്ങനെയാണ് ഞാൻ ബ്രൈഡ്സിന് ഒരു ഗ്ലാസ് സ്കിൻ മേക്കപ്പ് അവർ ചോദിച്ചാൽ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിന് മുന്നേ. അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ എന്തൊക്കെ പ്രൊഡക്ട്സാണ് യൂസ് ചെയ്തേക്കുന്നത്. അത് കുറച്ച് ഹൈ എൻഡ് സാധനങ്ങളാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഞാൻ ഈ മേക്കപ്പിനോടുള്ള ആർത്തി കാരണം ഓരോന്ന് വാങ്ങി ടെസ്റ്റ് ചെയ്യും. ഇതൊന്നും അല്ലായിരുന്നു. ഇതിന് മുന്നേ ഞാൻ ഈ മേബലിൻ്റെ ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്തിരുന്നു കേട്ടോ. നല്ല ഫൗണ്ടേഷനാണ്, ഒന്നും പറയാനില്ല. പക്ഷെ ഷെയ്ഡ് എൻ്റെ കറക്റ്റ് കിട്ടുന്നില്ലായിരുന്നു. 310 എൻ്റെ ഷെയ്ഡ് അല്ലായിരുന്നു. അപ്പോൾ ഞാനത് യൂസ് ചെയ്യുമ്പോൾ എൻ്റെ മുഖം കറക്കുന്ന പോലെ എനിക്ക് തോന്നുമായിരുന്നു. അപ്പോൾ ആ ഷെയ്ഡല്ല എൻ്റെത്. പിന്നെ ഞാനത് തപ്പാനൊന്നുമില്ല. അപ്പോഴേക്കും എനിക്ക് കെ ബ്യൂട്ടീൻ്റെ കിട്ടി. പിന്നെ ഞാൻ അതിന് ഹാപ്പിയായി. പിന്നെ ഞാൻ വേറെ ഫൗണ്ടേഷനിൽ ഞാൻ അങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്യാറില്ല. ഞാൻ ഇങ്ങനെ ഓരോന്ന് ഈ ഐഷാഡോ പാലറ്റ് നയിക്കേണ്ട ഒരു ഐഷാഡോ പാലറ്റ് ഉണ്ടായിരുന്നു. ഈ അടുത്ത് വാങ്ങിയതാണ് ഈ മാർസിൻ്റെ ഈ ബ്രഷ്. ഇങ്ങനെ ട്രാവൽ ബ്രഷ് പോലെ, അതായത് ഇത് ഇങ്ങനെ തുറന്നാൽ ഇതിൻ്റെ ഉള്ളിലും ഉണ്ടാവും, ഇങ്ങനെയുണ്ട്, ഇവിടെയുണ്ട്. അങ്ങനെ ടോട്ടൽ 4 ബ്രഷ്. ഈ ഉള്ളിലത്തെ 2 ഈ കണ്ണിൻ്റെ അവിടേക്ക് യൂസ് ചെയ്യാനാണെന്ന് പറയണം. പക്ഷെ അത് കണ്ണിൻ്റെ അവിടെ യൂസ് ചെയ്യുന്ന പ്രാക്ടിക്കലല്ല. അത് നമുക്ക് ചക്ക ബ്രഷാണ്. ജസ്റ്റ് ഒരു സിംഗിൾ ഷെയ്ഡാണെങ്കിൽ നമുക്ക് പറ്റും, ഓക്കെയാണ്. അല്ലാണ്ട് ഇപ്പോൾ കുറേ ഷെയ്ഡ് ഡീറ്റെയിലിങ്ങിനൊന്നും ഈ ഒരു ബ്രഷ് പറ്റില്ല. പക്ഷെ നല്ല സോഫ്റ്റ് ആട്ടോ, നല്ല ഫ്ലഫി ആൻഡ് ബ്രിസിൽസൊക്കെ നല്ല അടിപൊളി. എനിക്ക് നല്ല ബ്രഷായിട്ട് ഫൗണ്ടേഷൻ്റെ അതായത് ഈ ഫൗണ്ടേഷൻ ബ്രഷ് എനിക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നുന്നു. ഇങ്ങനെ ആവുന്നുണ്ട്. നല്ല ബ്ലെൻഡ് ചെയ്യുമ്പോഴൊക്കെ ആ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട്. അപ്പം എനിക്ക് അറിയാവുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് കുറേയൊക്കെ ഞാൻ പറഞ്ഞു തോന്നുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമ്മൾ അടുത്ത വീഡിയോ നമുക്ക് പുതിയൊരു എക്സൈറ്റിംഗ് കണ്ടൻ്റായിട്ട് നമുക്ക് കാണാം. സോ ടിൽ ദെൻ ബൈ.